ഇപ്പം നമ്മളെ രാവിലത്തെ തിരക്ക് പിടിച്ച കുറച്ച് സമയങ്ങളാട്ടോ ഈ കാണുന്നത്. അപ്പോൾ സ്കൂളിലേക്ക് പോകണമെങ്കിൽ മീനുട്ടീനൊക്കെ കണ്ണെഴുതി പൊട്ടിട്ട് നല്ല ഒരുക്കി കൊടുക്കണം കേട്ടോ. ഓളൊന്നും ചെയ്യില്ല, വിളിച്ചാലും ഓൾ വരില്ല, പറഞ്ഞൊന്നും കേൾക്കില്ല കേട്ടോ. അങ്ങനെ ഒരു കുട്ടിയാണ്. അപ്പോൾ ഒക്കെ ചെയ്ത് കൊടുക്കണം. മുടി കെട്ടി കൊടുക്കണം. ഇന്ന് 2 ഭാഗത്തേക്ക് കൊമ്പ് കെട്ടി കൊടുക്കണം എന്ന് പറഞ്ഞാൽ 2 ഭാഗത്തേക്ക് കൊമ്പ് കെട്ടി കൊടുക്കണം. ഓരോ ദിവസം ഓരോ മുടി കെട്ടണം പറഞ്ഞാൽ ഓരോ വാശിയാവും കേട്ടോ. ഇന്നിപ്പോൾ 2 ഭാഗത്തേക്ക് വേണം പറഞ്ഞിട്ട് നിന്ന് അങ്ങനെയാണ് കെട്ടണത്. അത് കഴിഞ്ഞ് അമ്മൂന് മുടി കെട്ടി കൊടുക്കാണ്ട് അമ്മൂൻ്റെ പൊട്ടിടലൊക്കെ ഓൾ തന്നെ ചെയ്യും. ഒരുങ്ങലൊക്കെ ഓൾ തന്നെ കഴിക്കും. മുടി കെട്ടി കൊടുക്കാനൊക്കെ എപ്പോഴേലും ഒന്ന് ചെയ്ത് കൊടുത്താൽ മതി, അല്ലെങ്കിൽ ഓൾ തന്നെ ചെയ്യും കേട്ടോ. ചിലപ്പോൾ ഒക്കെ ചെയ്ത് കൊടുത്താൽ മതി. മീനുട്ടീൻ്റെ എല്ലാ കാര്യങ്ങളും നോക്കണം. അതൊക്കെ കഴിഞ്ഞ് ഓല ഒരുക്കിയിട്ട് വേണം അവർക്ക് വെള്ളമൊക്കെ നിറച്ചെടുക്കാൻ. പിന്നെ മുടിയിട്ടലൊക്കെ കഴിഞ്ഞ് അവർക്ക് ചുക്കുവെള്ളമൊക്കെ നല്ല ചൂടാറ്റി വെള്ളം കേട്ടോ. അപ്പോൾ അത് രണ്ടാക്കും 2 കുപ്പിയിൽ ഒഴിച്ച് കൊടുക്കണം. അപ്പോൾ അവരെ സ്കൂളിൽ ചോറൊക്കെ ഉണ്ട്. ചോറും കറിയും എന്തെങ്കിലും ഒരു ഉപ്പേരിയൊക്കെ ഉണ്ടാവും കേട്ടോ. എന്നാലും ഇവിടെ നിന്ന് വീട്ടിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ ഒരു ഉപ്പേരിയോ പപ്പടമോ കിഴങ്ങ് പൊരിച്ചതോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കൊണ്ടുപോകണം കേട്ടോ. അപ്പോൾ ഞാൻ ഇന്ന് പപ്പടമാണ് ആക്കി കൊടുക്കുന്നത്. അപ്പോൾ ചോറും അവിടെ നിന്ന് വാങ്ങും ചെയ്യും. അപ്പോൾ അതൊക്കെ ആക്കി കൊടുക്കണം. അധികം കിഴങ്ങ് പൊരിച്ചത് തന്നെയാണ് കൊണ്ടുപോകൽ. എന്തെങ്കിലുമൊക്കെ പപ്പടം പറ്റുള്ളൂ. അങ്ങനെയൊക്കെ ഓരോരോ വാശിയാണ് കേട്ടോ. അപ്പം അങ്ങനെ വെള്ളവും പപ്പടമൊക്കെ ബാഗിലാക്കി ഓലെ സ്കൂളിലേക്ക് പറഞ്ഞയക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. രാവിലത്തെ കുറച്ച് സമയം എന്ന് പറഞ്ഞാൽ ശ്വാസം ഇടാനും കൂടി ഒഴിവില്ലാത്തൊരു സമയം കേട്ടോ. ഓലൊക്കെ ഒന്ന് സ്കൂളിലേക്ക് അംഗൻവാടിക്കൊക്കെ പോയി കഴിഞ്ഞാലാണ് കുറച്ച് ഫ്രീ ആവുള്ളൂ കേട്ടോ. അപ്പോൾ അതുവരെ നല്ല പഠിച്ചിൽ തന്നെയാണ്. 2 കൈയും കാലും മതിയാവില്ല എന്ന് തന്നെ തോന്നും കേട്ടോ നമുക്ക്. അത്രയും തിരക്കാണ്. അപ്പോൾ ഓല ഓട്ടോറിക്ഷ അവിടെ നിർത്തിയിട്ടുണ്ട്. അപ്പം ഓട്ടോറിക്ഷയ്ക്ക് കയറ്റി കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ മീനുട്ടീനെ അമ്മൂനൊക്കെ കൊണ്ടിങ്ങനെ പോവുകയാണ് കേട്ടോ. പോലെ വണ്ടിക്ക് കയറ്റി കൊടുക്കണം. ആദ്യമൊക്കെ ഞങ്ങൾ മുറ്റത്തേക്ക് തന്നെ വണ്ടി വന്നിരുന്നു കേട്ടോ. അപ്പോൾ ഇങ്ങനെ മഴയൊക്കെ പെയ്തിട്ട് മുറ്റത്തേക്ക് ഇറങ്ങണോടത്ത് വലിയൊരു കുണ്ടും കുഴിയൊക്കെ ഉണ്ട്. അപ്പം അവിടെ കയറി ഇറങ്ങാനൊക്കെ ഗതികേടായിട്ട് അങ്ങനെ ഇപ്പം മുറ്റത്തേക്ക് വരില്ല. അപ്പം അതിൻ്റെ ഇടയിൽ കനിമോൾ ഓടി വരുന്നുണ്ട് ഓല് പോണത് കാണാൻ. കനിമോൾക്ക് എന്നും ഓല ഓട്ടോറിക്ഷേൻ്റെ അടുത്തേക്ക് വന്നിട്ട് ടാറ്റ കൊടുക്കണം കേട്ടോ. അത് കഴിഞ്ഞിട്ട് വേണം കനീനെ ആക്കി കൊടുക്കാൻ. അതാ അമ്മക്ക് ടാറ്റയും അമ്മ മീനൊക്കെ ടാറ്റൊക്കെ തന്നെ സ്കൂളിൽ പോയിട്ടാണ്. അത് കഴിഞ്ഞിട്ടാണ് നമ്മളെ കനിമോൾ ഒരുക്കൽ. കനിമോൾക്ക് പിന്നെ ഒരുക്കുമ്പോൾ കണ്ണിൻ്റെ ഉള്ളിലൊന്നും എഴുതാൻ പറ്റില്ല. കണ്ണിൻ്റെ പുറത്ത് മുകളിൽ കൂടെ എഴുതുകയാണെങ്കിൽ അലീനർ കൊണ്ട് എഴുതുകയാണെങ്കിൽ ചിലപ്പോൾ അയക്കും, അല്ലെങ്കിൽ ഞാൻ കണ്ണിൻ്റെ പുറത്ത് കൂടെ അങ്ങനെ വരട്ട് കൊടുക്കലാട്ടോ. ഇനിയിപ്പോൾ കണ്ണ് എഴുതിയിട്ടില്ലെങ്കിലും കനിമോൾക്ക് ലിഫ്റ്റിക്ക് നിർബന്ധം കേട്ടോ. ഞാൻ ഇട്ട് കൊടുത്തിട്ടില്ല, എന്നും ഇട്ട് കൊടുക്കലില്ല. അപ്പോൾ അവളിങ്ങനെ അതിങ്ങനെ ചുണ്ടൊക്കെ നനയ്ക്കുമ്പോൾ അത് വായയ്ക്ക് ഇറങ്ങി പോലെ വിചാരിച്ച് ഞാൻ ഇട്ട് കൊടുക്കല്ല കേട്ടോ. വല്ലാതെ വാശിയായിട്ടുണ്ട് അന്ന് മാത്രമേ ഇട്ട് കൊടുക്കുള്ളൂ. അപ്പോൾ ഒരു ബിസ്ക്കറ്റിൻ്റെ കൂട് കൈ പിടിക്കണം എന്ന് പറഞ്ഞ് അത് കൈ പിടിച്ചിട്ടുണ്ട്. അത് ഇവിടെ തന്നെ വെച്ച് പോയിട്ടുണ്ട് കേട്ടോ. അവൾ കഴിച്ചിട്ടൊന്നുമില്ല. അപ്പോൾ കണ്ണൊക്കെ എഴുതി കൊടുത്ത് സൂപ്പറായി എന്ന് പറഞ്ഞ് പോവാനുള്ള തയ്യാറെടുപ്പില്ല. ഓൾക്ക് കരിമോൾക്ക് വെള്ളം കൊണ്ടുപോകണം. വെള്ളം അംഗൻവാടിയിലുണ്ട്, എന്നാലും എല്ലാ കുട്ടികളും കൊണ്ടുവരുമ്പോൾ ഓരോ വാശിയാണ്. അപ്പം അങ്ങനെ വെള്ളമൊക്കെ ആക്കി കൊടുത്ത് സ്ലൈറ്റൊക്കെ ബാഗിലിട്ട് കൊടുത്ത് കനിമോളെയും കൊണ്ടാക്കണം. എന്നും വാശിയൊക്കെ ഉണ്ടാകലുണ്ട്. അംഗൻവാടിക്ക് പോകുമ്പോൾ കരയൊക്കെ ചെയ്യും. ഇന്നും ചെറുതായിട്ടൊരു വാട്ടൊക്കെ ഉണ്ട്. അപ്പോൾ ഓളെ കൊണ്ടാക്കണം കേട്ടോ. അപ്പോൾ ഞങ്ങളിവിടെ അടുത്ത് തന്നെ കേട്ടോ അംഗൻവാടി. അപ്പോൾ എല്ലാവർക്കും അടുത്തൊരു വീഡിയോയിൽ കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ് ചെയ്യുക.